ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 52 ആണ്. ഓക്കെ, ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഹെയർ ടോണറാണ്. അപ്പം എന്താണെന്ന് നോക്കാം. ഇതിൽ ക്ലൗസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഓക്കെ, പിന്നെ കുറച്ച് ഉലുവയും ക്ലൗസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഹെയർ ടോണറാണ്. അപ്പോൾ ഞങ്ങൾക്ക് സ്പ്രേ ബോട്ടിലാക്കാം. അതിന് ആദ്യമായിട്ട് മുടി ഞാൻ നൈറ്റ് ഹെയർ ഓയിൽ തടവിട്ട് ജസ്റ്റ് ഹെയർ കെയർ ഇങ്ങനെ നൈറ്റ് ഹെയർ കെയർ ചെയ്തിട്ടാണ് ടൈ ചെയ്തിരിക്കുന്നത്. അതിനാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ആദ്യം മെല്ലെ നോട്ട് അയക്കുക. ഓക്കെ, അപ്പോൾ ഒരു വൈറ്റ് ടീത്ത് കൂമ്പിന് എടുത്തിട്ട് ജസ്റ്റ് ചിക്ക് എടുക്കുക കേട്ടോ. ഉടക്കുകളൊക്കെ ഉണ്ടെങ്കിൽ മെല്ലെ എടുത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ കൈ കൊണ്ടും ഒരു പ്രാവശ്യം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡേ ടൈം ഞാൻ ഇൻവെർഷൻ മെത്തേഡിൽ ഒരു 15 ടൈംസ് ഇൻവെർഷൻ മെത്തേഡിൽ മുടി കൂമ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, ഞങ്ങൾ എന്ത് തന്നെ ഹെയർ പാക്ക് ഒക്കെ അപ്ലൈ ചെയ്താലും എന്തൊക്കെ പുറത്തുനിന്ന് ഒരു കെയർ കൊടുത്താലും നോർമലി കൂമ്പ് ചെയ്തെടുക്കേണ്ടതാണ്. ഓക്കെ, നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടി കൂമ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ പിന്നെ ലൈറ്റായിട്ട് കൂമ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ എൻ്റെ മുടിക്ക് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ജട മാറ്റി കൊടുത്താലും ചെറുതായിട്ട് ചിക്ക് പിടിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം ചീന്തി കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഹെയർ ടോണർ അപ്ലൈ ചെയ്യാം. ഞാനിതിൽ ഹെയർ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോന് വേണ്ടിയിട്ട് മാത്രം ഇത്ര സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഹെയർ ടോണർ നിങ്ങൾ റെഗുലർലി വീക്ക്ലി ട്വൈസ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഈ മെയിൻലി ബാൾഡ് പാച്ചസ് ഒക്കെ ഉണ്ടാവുന്നത്, പിന്നെ ഒരേ ഇടത്തിൽ ഇങ്ങനെ നേരെടുക്കുമ്പോൾ മുടിയൊക്കെ കുറഞ്ഞു വരുന്നത്. ഓക്കെ, അത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടോണർ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. പക്ഷെ ഈ സൈനസ് ഉള്ളവർ നൈറ്റ് ഹെയർ കെയർ റുട്ടീനിലൊന്നും ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഡേ ടൈമിൽ മാത്രം ഈ ഒരു ടോണർ എപ്പോഴും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ
എടുത്തിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു ടോണറിന്. നിങ്ങൾക്കിങ്ങനെ 2 ഭാഗത്തിലാക്കിയിട്ടും ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുടി ഒരുപാട് കുറവുള്ള ഇതായിട്ട് തോന്നുകയാണെങ്കിൽ, അതായത് ഇപ്പോഴത്തെ കാലത്ത് ഹെയർ തിന്നിങ്, പിന്നെ പൊതുവെ പെട്ടെന്ന് ഹെയർ ലോസ് ആവുന്നവർക്ക്, പിന്നെ ഹെയറൊക്കെ കുറയുന്ന സ്ഥലത്തൊക്കെ ഈ ഒരു ടോണർ നിങ്ങൾക്ക് റെഗുലറായി യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ മാറ്റിയിട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോറി. മുടിയുടെ എല്ലാ ഭാഗത്തിനും എത്താണ് ഈ ഒരു ടോണർ. ഓക്കെ, ടോണർ ആയാലും ശരി, പിന്നെ ഹെയർ പാക്ക് ആയാലും ശരി, ജസ്റ്റ് നിങ്ങൾ 20 to 30 മിനിറ്റ്സ് മുടിയിൽ വയ്ക്കാവുന്നതാണ്. എനിക്ക് ചെവിയുടെ ഭാഗത്തൊക്കെ കുറച്ച് ഗ്യാപ്സ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോണറിൽ നിന്നും നിങ്ങൾക്ക് ഇച്ചിങ് കുറയ്ക്കാൻ പറ്റും, പിന്നെ താരനൊക്കെ കുറഞ്ഞ് കിട്ടുന്നതാണ്. ഓക്കെ, സ്കാൽപ്പൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പതിയെ കുറഞ്ഞു വരുന്നതാണ് ഈ ടോണറിൽ നിന്നും ഉപയോഗിക്കുന്നതിലൂടെ. ഞാൻ ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മസാജ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ വിരൽ മാത്രം ഇങ്ങനെ തലയോട്ടിൽ ഓട്ടിച്ചാൽ മതി. ഓക്കെ, നെറ്റി കയറുന്നതൊക്കെ നിർത്തുന്നതിന് നിങ്ങൾ റെഗുലറായി ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാം, പിന്നെ സ്റ്റീം കൊടുക്കാം. ഓക്കെ,
അതായത് ഓപ്പൺ പോർസൊക്കെ സ്കാൽപ്പിലത്തെ ഉള്ള പോർസൊക്കെ ഓപ്പണായിട്ട് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. ഓക്കെ, മെല്ലെ അപ്പോൾ ബേബി ഹെയർസ് വളരാൻ തുടങ്ങും. ഞാനിത് ടോണർ അപ്ലൈ ചെയ്തിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് വിടുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് പ്ലെയിൻ വാട്ടറിൽ ജസ്റ്റ് കഴുകിക്കളയുന്നുണ്ട്. അപ്പം യൂഷ്വലി യൂസ് ചെയ്യുമ്പോൾ കഴുകിക്കളയേണ്ട ആവശ്യമില്ല. 2 ദിവസത്തിനൊരിക്കൽ നിങ്ങൾക്ക് ഹെയറിൽ ഷാംപൂ വെച്ച് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇനിയൊരു കാര്യം പറയാനുള്ളത്, മുന്നത്തെ വീഡിയോയിൽ ഓഡിയോ വീഡിയോ ആയിട്ട് അത് കറക്റ്റായി വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതേ ഒരു വീഡിയോയിൽ ആ ഒരു ഹെയർ കെയർ ചാലഞ്ചിനെ പറ്റി പറയാം. ഓക്കെ, ഇന്നലെ വീഡിയോ ഇട്ടിരുന്നു, പക്ഷേ അത് വീഡിയോ നന്നായി വന്നിട്ടുണ്ട്, പക്ഷേ ഓഡിയോ മാച്ച് ആയിട്ടില്ല. ഓക്കെ, ഞാൻ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇട്ടതാണ് വീഡിയോ. അപ്പം തെറ്റായി വന്നത് ക്ഷമിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയാം. ഓക്കെ, ഹെയർ കെയർ ചാലഞ്ച് 51 ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെന്താണെന്ന് വെച്ചാൽ ഉലുവ സോക്ക് ചെയ്ത് വെക്കണം ഓവർനൈറ്റിൽ. അതിൻ്റെ കൂടെ തന്നെ വെറ്റില 1-2 എടുക്കാം. ഓക്കെ, ഒരുപാട് മുടി കൊഴിച്ചുള്ളവർക്ക് ഒരു 3 വെറ്റില എടുക്കാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ തേങ്ങ കട്ട് ചെയ്തിട്ടിടാം, ഇല്ലെങ്കിൽ തേങ്ങ പാലായിട്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത് ചെമ്പരത്തിയുടെ ഇലയും കുറച്ച് പൂക്കളും അത് എടുത്തിട്ട് സോക്ക് ചെയ്യാൻ വെക്കുക. അതിൻ്റെ കൂടെ തന്നെ കറ്റാർ വാഴ, നിങ്ങളുടെ ഹെയർ ലെങ്ത്തിന് അനുസരിച്ച് വേണം കറ്റാർ വാഴ എടുക്കാൻ. കറ്റാർ വാഴ കട്ട് ചെയ്തിട്ട് ആ മുള്ളൊക്കെ കളഞ്ഞ് ജെല്ല് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലീഫൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജെല്ല് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ പനിക്കൂർക്ക എന്ന് പറയുമല്ലോ, ഇല്ലെങ്കിൽ ഇത് കർപ്പൂരവല്ലി എന്ന് പറയും, അത് 2-3 ഇലകൾ എടുക്കാം. അതായത് ഒരുപാട് സ്കാൽപ്പ് ഇൻഫെക്ഷൻ വരണോ, ഡാൻഡ്രഫ് വരണോ എന്ന് വെച്ചാൽ ഈ ഒരു കർപ്പൂരവല്ലിയുടെ ഒരു ഹെയർ പാക്ക് റെഗുലറായി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് തുളസി കിട്ടുകയാണെങ്കിൽ ഇടാവുന്നതാണ്, നിർബന്ധമില്ല. തുളസി കിട്ടിയില്ലെങ്കിൽ 2-3 ഇത് വേപ്പിലയുടെ ഇല ഇടാവുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ ഇത് കറിവേപ്പില കുറച്ച് എടുക്കാവുന്നതാണ്. അതായത് ഒരു കൈപ്പിടിയോളം. അതായത് എനിക്കിപ്പോൾ ഒരുപാട് നര വരുന്നുണ്ട്. ഓക്കെ, നരത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് ഞാൻ എപ്പോഴും റെഗുലറായി ഇപ്പോൾ കറി ലീവ്സ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതായത് കറിവേപ്പിലയുടെ ഹെയർ പാക്ക് ഞാൻ എല്ലാ ഹെയർ പാക്കിലും അത് ഉൾപ്പെടുത്താറുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ സ്കൂൾ ഡേയ്സിലുള്ളപ്പോഴും എനിക്ക് കറിവേപ്പില എന്ന് പറയുന്നത് ഒരുപാട് എൻ്റെ മുടിക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില സജസ്റ്റ് ചെയ്യുന്നത്. കറിവേപ്പില എടുക്കാം, പിന്നെ കുറച്ച് അതേപോലെ ഗ്രാമ്പു. ഓക്കെ, ക്ലൗസ് എടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുരുമുളക് വേണമെങ്കിൽ ഇടാം, നിർബന്ധമില്ല. ഓക്കെ, ഇത് ഇത്രയും സോക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് മോർണിംഗ് നന്നായിട്ട് ബ്ലെൻഡ് പേസ്റ്റായി നന്നായി അരച്ചിട്ട് നല്ല കോട്ടൺ തുണിയിൽ ഇല്ലെങ്കിൽ വെള്ള തുണിയിൽ
അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ളത് അതിൽ നന്നായി പിഴിഞ്ഞെടുക്കുക. പിന്നെ ഇങ്ങനെ ഗ്യാപ്സ് ഉള്ളവിടെ നീറ്റായി അപ്ലൈ ചെയ്തുകൊണ്ട് വരിക. ഓക്കെ, ഇതൊരു അരമണിക്കൂർ വിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ് ഈ ഒരു ഹെയർ പാക്ക്. പിന്നെ ഈ ഒരു ഹെയർ പാക്ക് തന്നെ മന്ത്ലി വൺസ് ഉപയോഗിക്കാം. ഓക്കെ, സമയമുള്ള ഇല്ലാത്തവർ, അതായത് ഓഫീസ് പോകുന്നവർ, ഇല്ലെങ്കിൽ ടീച്ചേഴ്സ്മാർ, ഇല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസിന്, ഇവർക്കൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, മന്ത്ലി വൺസ് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ശരി, ടൈമുണ്ട്, വീട്ടമ്മമാരാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കാവുന്നതാണ്. ഒരിക്കൽ മാത്രം മതി. എവ്രി മന്ത് ഏതെങ്കിലും ഒരാഴ്ച അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് വരിക. അതായത് ശനിയാഴ്ച ഇല്ലെങ്കിൽ ഞായറാഴ്ച നിങ്ങൾക്ക് എപ്പോഴും സമയം കിട്ടുന്നു അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് താരൻ പോകാനും മുടി കൊഴിച്ചിൽ കുറയാനും പിന്നെ മുടിക്കായ എന്ന് പറയുമല്ലോ അത് കുറയാനും വേണ്ടാത്ത റഫ്നെസ് സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ കുറയാനും ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് സഹായിക്കുന്നതാണ്. പിന്നെ 51th ഡേ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫേവറേറ്റ് ഫ്രൂട്ട്സ് എടുക്കുക. അതായത് വിറ്റമിൻ സി ആവാം, വിറ്റമിൻ എ ആവാം, ഏതായാലും. ഓക്കെ, പോമോഗ്രാനൈറ്റ് എടുക്കാം, റോ മാംഗോ എടുക്കാം, ഗ്രേപ്സ് എടുക്കാം, പിന്നെ ഓറഞ്ച് എടുക്കാം. ഓക്കെ, ഇങ്ങനെ ഏതെങ്കിലും ആപ്പിൾ എടുക്കാം. ഓക്കെ, ഗ്വാവ എടുക്കാം. ഇത് നിങ്ങൾക്ക് ഏത് ഒരു ഫ്രൂട്ട്സ് കിട്ടും അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഫ്രൂട്ട് സലാഡായിട്ട് ഒരു ബൗൾ, ചെറിയ ബൗൾ എടുക്കാം, ഇല്ലെങ്കിൽ മീഡിയം ബൗൾ. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ഫ്രൂട്ട്സ് അതൊരു മീഡിയം ബൗളിലിട്ടിട്ട് നിങ്ങൾക്ക് 2 times ആയിട്ട് കഴിക്കാവുന്നതാണ്. അത് ഇപ്പോൾ എക്സ്റ്റേർണൽ കെയറുടെ കൂടെ ഇൻറ്റേർണൽ കെയറും നമ്മൾ എടുക്കേണ്ടതാണ്. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ ഞങ്ങളുടെ ആരോഗ്യവും മുഖ്യമാണല്ലോ. അപ്പോൾ ഇൻറ്റേർണൽ കെയറും എടുക്കണം, എക്സ്റ്റേർണൽ കെയറും എടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ മുടി ഒരുപാട് ഡ്രൈ ആവുകയാണെങ്കിൽ വെളിച്ചെണ്ണയോ ആവണക്കെണ്ണയോ ഏത് എണ്ണയായാലും നിങ്ങൾക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് നിങ്ങൾ 51th ഡേ ചെയ്യേണ്ടത്. 52nd ഞാൻ ആദ്യമേ പറഞ്ഞു, പിന്നെ ഒരിക്കൽ പറയാം. അതായത് ടോണർ. ഓക്കെ, ഇതിൽ ഉലുവയും പിന്നെ ക്ലവ്സ്, ഓക്കെ, ഗ്രാമ്പൂ, അതും നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ടോണറായിട്ട് എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 5-10 മിനിറ്റോളം സ്പ്രേ ചെയ്ത് ജസ്റ്റ് 20 minutes കഴിഞ്ഞിട്ട് കഴുകി കളയാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഓക്കെ, ഒരുപാട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. പിന്നെ വീഡിയോസ് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ആവുന്നത്ര ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.